വിക്രമാദിത്യ കഥകൾ ഭാഗം 11. 3 റാണിമാർ. തോറ്റുകൊടുക്കില്ല വിക്രമാദിത്യൻ. അദ്ദേഹം വനാന്തർ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു നടന്നു. വേറൊന്നിനുമല്ല, വീണ്ടും വേതാളത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ തന്നെ. വേതാളത്തെ പിടിച്ചു കെട്ടി തോളിലിരുത്തിയപ്പോൾ തന്നെ വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. ഒരു രാജാവിന് 3 റാണിമാരുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഒന്നാമത്തെ റാണി രാജാവിനോടൊത്ത് മണിമാളികയിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രകിരണങ്ങളേറ്റ് റാണി തളർന്നുപോയി. പനിനീരും ചന്ദനക്കിണ്ണവുമായി തോഴിമാർ ഓടി വരേണ്ടി വന്നു അവളുടെ ക്ഷീണം തീർക്കാൻ. മറ്റൊരിക്കൽ പൂത്തുലഞ്ഞ് സൗരഭ്യം പൊഴിക്കുന്ന ലതാ നികുഞ്ചനത്തിലിരുന്ന് വിനോദിച്ചു വരവേ രണ്ടാമത്തെ പത്നി ഒരു വണ്ടിന്റെ മൂളിച്ച കേട്ട് തരളിത ഗാത്രിയായി അകലെ നിന്ന് നെല്ല് കുത്തുമ്പോഴുണ്ടാവുന്ന ഉലക്കയുടെ ശബ്ദം കേട്ടാണ് മൂന്നാമത്തെ റാണി തളർന്നു വീണത്. വേതാളം തിരക്കി, ഹേ രാജാവേ, ഈ മൂവരിൽ ആരുടെ ശരീരമാണ് കൂടുതൽ മൃദുലമായത്? രാജാവ് പറഞ്ഞു, വണ്ടിന്റെ മൂളിച്ചയും ചന്ദ്രകിരണങ്ങളും ലോലഗാത്രികളെ മോഹലാസ്യപ്പെടുത്തിയേക്കാം. എന്നാൽ ഉലക്കയുടെ ശബ്ദം കേട്ട് തളരുന്ന ദേഹമാണ് കൂടുതൽ മൃദുലം. വിക്രമാദിത്യന്റെ മറുപടി കേട്ട വേതാളം പഴയ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചു. ഹായ് കൂട്ടുകാരെ, വേതാളം പറഞ്ഞ അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം. ബായ്.